ഡിവൈഎസ്പി ബെന്നിക്കെതിരെയുള്ള വ്യാജ പീഡന പരാതിക്ക് പിന്നിൽ കാട്ടുകള്ളന്മാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ മാധ്യമ മേഖല എത്രത്തോളം അധപ്പതിച്ചു എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയുമായി വരുന്നത്. മാംഗോ ഫോൺ തട്ടിപ്പ്, സാമ്പത്തിക തട്ടിപ്പുകൾ, ബാങ്കുകളെ കബളിപ്പിക്കൽ, വനിതാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യൽ, വനംകൊള്ള തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ള, പൊട്ടിപ്പൊളിഞ്ഞൊടുവിൽ സ്വന്തം കിടപ്പാടം വരെ ജപ്തിയിലായിപ്പോയ അഗസ്റ്റിൻ സഹോദരങ്ങൾ എന്നറിയപ്പെടുന്ന വയനാട്ടിലെ കൊടും ക്രിമിനലുകൾ, ആയിരക്കണക്കിന് കോടി വില വരുന്ന രാജകീയ വൃക്ഷങ്ങൾ വയനാട് മുട്ടിൽ മേഖലയിൽ നിന്നുൾപ്പെടെ വെട്ടി രാജ്യത്തിന് പുറത്തേക്ക് കടത്തി കോടീശ്വരന്മാരായി. ഇവന്മാരെ അന്ന് ചവിട്ടിക്കൂട്ടി വലിച്ചിഴച്ച് ഉടുമുണ്ട് പോലുമില്ലാതെ പോലീസ് ഇടിവണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് കാണുക. ഇന്ന് ഇവന്മാരുടെ മട്ടും ഭാവവും കാണുക. കാരണം ഇന്നിവന്മാർ ചാനൽ മുതലാളിമാരാണ്. സംസ്ഥാനത്തെ മുഖ്യ കൊള്ളക്കാരൻ്റെ പങ്കാളികളാണ് പല തട്ടിപ്പിലും. മലയാള മാധ്യമ രംഗത്തെ മാധ്യമ വേശിയായി അധപ്പതിച്ച് ഒടുക്കം റിപ്പോർട്ടർ എന്ന ചാനൽ കടം കയറി മുടിഞ്ഞ് ഒടുവിൽ നടത്തിക്കൊണ്ടുപോകാൻ വയ്യാത്ത അവസ്ഥയായപ്പോൾ ആ പേരോടുകൂടി തന്നെ മുട്ടിൽ മരമുറി കേസിലെ കൊള്ളക്കാരായ അഗസ്റ്റിൻ സഹോദരന്മാർ എന്ന കാട്ടുകള്ളന്മാർക്ക് ചാനലിൻ്റെ യഥാർത്ഥ ഇൻവെസ്റ്റർമാരെ കബളിപ്പിച്ച് വിൽപ്പന നടത്തി നികേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് രക്ഷപ്പെട്ട കാര്യം ഏവർക്കും അറിവുള്ള കാര്യമാണല്ലോ. 15,000 കോടിയിലധികം മൂല്യം വരുന്ന രാജകീയ വൃക്ഷങ്ങൾ വെട്ടിക്കടത്തി എന്ന തേഞ്ഞുമാഞ്ഞു പോകാമായിരുന്ന മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിക്കുന്ന അവസ്ഥയിൽ വരെ എത്തിച്ചത് കേരള പോലീസിലെ മിടുമിടുക്കനും സത്യസന്ധനുമായ ഡിവൈഎസ്പി വി ബെന്നി എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ഒന്നുകൊണ്ട് മാത്രമാണ്. ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് 7 കേസുകളിലായി കോടികളാണ് ഈ കാട്ടുകള്ളന്മാർക്ക് പിഴയിട്ടത്. ഇനി 43-ലധികം കേസുകളാണ് കുറ്റപത്രം സമർപ്പിക്കാറായ അവസ്ഥയിലുള്ളത്. ഇത് സമർപ്പിച്ചാൽ ഇവന്മാരുടെ അടിത്തറയിളകും, ചാനല് പൂട്ടേണ്ടി വരും, ഇവന്മാർ ജയിലിലുമാകും. അഗസ്റ്റിൻ സഹോദരന്മാർ എന്ന കാട്ടുകള്ളന്മാർക്ക് യാതൊരു വിധത്തിലും രക്ഷപ്പെടാനാവാത്ത വിധം പഴുതടച്ചുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങളാണ് വി ബെന്നിയും സംഘവും നടത്തിയത്. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു രാജകീയ വൃക്ഷങ്ങളുടെ പഴക്കമറിയുവാൻ DNA ടെസ്റ്റ് ഉൾപ്പെടെ നടത്തിയത്. ഇതിനിടയ്ക്ക് സ്വാധീനിക്കാനും കേസന്വേഷണം തടസ്സപ്പെടുത്താനും അട്ടിമറിക്കുവാനും കാട്ടുകള്ളന്മാർ നീക്കം നടത്തിയിരുന്നു. അതിലൊന്നും തളരാതിരുന്ന വി ബെന്നിക്കെതിരെ പല വ്യാജ ആരോപണങ്ങളും ഇവർ കെട്ടിച്ചമച്ചു. ഒടുക്കം അദ്ദേഹം സഹികെട്ട് അദ്ദേഹത്തെ ഈ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്നും നീക്കിത്തരണം എന്ന് കാണിച്ച് അദ്ദേഹം DGPക്ക് അന്നൊരു കത്ത് കൊടുത്തു. പക്ഷേ പൊതുജനവികാരം ഈ സത്യസന്ധനായ മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥനോടൊപ്പമാണെന്ന് മനസ്സിലാക്കിയായിരിക്കണം അദ്ദേഹത്തെ അന്ന് അന്വേഷണ ചുമതലയിൽ നിന്നും DGP മാറ്റിയില്ല. വി ബെന്നി ഭയന്ന് നിലപാടുകളിൽ മാറ്റം വരുത്തുകയും കാട്ടുകള്ളന്മാർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇനി ഒരുക്കി കൊടുക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. അദ്ദേഹം കൂടുതൽ ശക്തമായി ഈ കേസുമായി മുന്നോട്ട് പോയി. റിപ്പോർട്ടർ ചാനലിനെയും അൻവറിനെയും മുന്നിൽ നിർത്തി നടത്തിയ ആദ്യ നാടകം പരാജയപ്പെട്ടു എന്ന് വന്നപ്പോഴാണ് ഇപ്പോൾ വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന ആരോപണവുമായി അൻവറും കാട്ടുകള്ളന്മാരുടെ ചാനലും വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഡിവൈഎസ്പി വി ബെന്നിയെ ലക്ഷ്യം വെച്ച് മാത്രമാണ് എന്നതിൽ സംശയമില്ല. ജിഫ്രി എന്ന മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ ദുരൂഹമരണവും വി ബെന്നിയുടെ മുകളിൽ കെട്ടിവെക്കുവാൻ ശ്രമം നടത്തിയിരുന്നു ഇവർ. പോലീസുകാരെ ഉൾപ്പെടെ വിലക്കെടുത്താണെന്ന് ഈ നാണം കെട്ട കളി ഇവന്മാർ കളിച്ചത്. അന്നും ഒരു ടെലിഫോൺ സംഭാഷണം പുറത്തു കൊണ്ടുവന്ന് അതൊരു വിവാദമാക്കുവാൻ റിപ്പോർട്ടർ ശ്രമിച്ചിരുന്നു. അത് പാളിപ്പോയി. ഇന്ന് വീണ്ടും ഇതാ അടുത്ത വ്യാജ ആരോപണങ്ങളുമായി ഇവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ വ്യാജ പീഡന കഥയ്ക്ക് വിശ്വാസത കൂട്ടുവാൻ ഇപ്പോൾ നാറി നിൽക്കുന്ന സുജിത് ദാസിനെ കൂടി ഇതിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. സുജിത് ദാസിനെതിരെ പൊതുജനവികാരം ഇപ്പോൾ എതിരായതുകൊണ്ട് നാട്ടുകാർ അത് വിശ്വസിക്കുമെന്നാണ് ഇവർ കരുതിയത്. ഈ വ്യാജ വാർത്ത പടച്ചുവിട്ട റിപ്പോർട്ടർ ചാനൽ ഉടമകളായ കാട്ടുകള്ളന്മാർക്കെതിരെയും ഇവരുടെ വാർത്താ അവതാരകൻ അമൈരശിരസ്കരെതിരെയും ഗൂഢാലോചന നടത്തി വ്യാജപരാതി നൽകിയ ഇവരുടെ കൂട്ടാളിയായ വീട്ടമ്മയ്ക്കെതിരെയും ആരോപണ വിധേയരായ വി ബെന്നി ഉൾപ്പെടെയുള്ളവർ മലപ്പുറം SP-ക്കും DGPക്കും പരാതി ഇന്ന് നൽകും. ഡിവൈഎസ്പി ബെന്നിക്കെതിരെ കാട്ടുകള്ളന്മാർ നേരത്തെ വ്യാജവാർത്തകൾ പടച്ചുവിട്ടപ്പോൾ അതിനെ പൊളിച്ചടുക്കി i2 ന്യൂസ് അന്ന് യാഥാർത്ഥ്യം പല വാർത്തകളിലായി പുറത്തുവിട്ടിരുന്നു. ഓർക്കുക, വനം കൊള്ളയും തട്ടിപ്പും നടത്തി കാശുണ്ടാക്കി ക്രിമിനലുകളുടെ രക്ഷയ്ക്കായി ചാനലുകൾ തുടങ്ങുക. കാശുവാരി എറിഞ്ഞ് യാതൊരു ഉളുപ്പും എത്തിക്സും ഇല്ലാത്ത വാർത്താ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുക. അവർക്ക് ഇറുകിയ ഡ്രസ്സും ലിപ്സ്റ്റിക്കും വാങ്ങിക്കൊടുത്ത് ഒരു ഓഗ്മെന്റ് റിയാലിറ്റി സ്റ്റുഡിയോയും ഉണ്ടാക്കി തങ്ങളുടെ തീവട്ടിക്കൊള്ളയ്ക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും എതിരെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും വ്യക്തികളെയും രാഷ്ട്രീയ നേതാക്കളെയും തേജോവധം ചെയ്ത് നശിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കുന്നു. ഇത് വളരെ അപകടകരമായ അവസ്ഥയാണ്.
ഈ മരം കൊള്ളക്കാരന്മാരെ എത്രയും വേഗം ജയിലിലടയ്ക്കുക, ഇവന്മാരുടെ തൊട്ടി ചാനലും അടച്ചു പൂട്ടുക. ഇനി ഡിവൈഎസ്പി വി ബെന്നി ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കുന്നു. 100% കളവായിട്ടുള്ള ആരോപണം, തീർത്തും അടിസ്ഥാനരഹിതം. 1% പോലും അതിനകത്ത് യാതൊരു യാഥാർത്ഥ്യങ്ങളും ഉള്ളതല്ല. ഈ സ്ത്രീയുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഒരു പരാതി ബഹുമാനപ്പെട്ട മലപ്പുറം SP-ക്ക് കിട്ടിയൊരു പരാതി അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെടുകയും അതുപ്രകാരം അന്വേഷണം നടത്തുന്ന സമയത്ത് ഈ സ്ത്രീ മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നു. ഈ നേരത്തെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ കേസ് അന്വേഷിക്കാൻ ചെന്ന സമയത്ത് പൊന്നാനി CI അവരെ മോശമായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി വന്നിരിക്കുന്നു. ആ കാര്യം കൂടി അന്വേഷണം നടത്തുമ്പോഴും അതും കളവാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ ഞാനൊരു റിപ്പോർട്ട് കൊടുക്കുന്നു, SP-ക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. ആ ഒരു സംഗതി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അതിനുശേഷം ഞാൻ ഈ അന്വേഷണം നടത്തിയ ശേഷം SP ഇത് മറ്റൊരു അന്വേഷണം നടത്താൻ വേണ്ടി സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഈ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് വീണ്ടും അന്വേഷിക്കാൻ വേണ്ടി പറയുകയും സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷണം നടത്തിയിട്ട് ഇത് കളവാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അടിസ്ഥാനത്തിലാണ് കേസ് പരാതി അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിന്നീടെന്നല്ല, അതിനു മുമ്പോ ഞാൻ നേരിട്ട് ഏതായാലും സ്ത്രീയെ വിളിച്ചിട്ടില്ല. വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ സാധാരണഗതിയിൽ DYSP ഓഫീസിൽ പരാതി അന്വേഷിക്കാൻ വേണ്ടി കോൺസ്റ്റബിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ആരെങ്കിലും. അവർ ഈ സ്ത്രീയെ വിളിച്ച് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഓഫീസിലേക്ക് വരിക എന്നുള്ളതല്ലാതെ നേരിട്ട് പോവുകയോ സംസാരിക്കുകയോ ഞാൻ ഇതുവരെ അവരോട് നേരിട്ട് ഫോണിലോ അല്ലാതെ സംസാരിച്ചിട്ടില്ല. അന്നൊരു പക്ഷേ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അതുമാത്രമാണ് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം, അല്ലാതെ യാതൊരു തരത്തിലുള്ള ബന്ധവും ആ സ്ത്രീയുമായിട്ടും ഉണ്ടായിട്ടില്ല. ഇത് എങ്ങനൊരു പരാതി വന്ന കാര്യം, എനിക്കെതിരെയുള്ളൊരു പരാതി, ഇപ്പോൾ ഉന്നയിക്കുന്ന പരാതി ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത ശേഷം 1 മാസത്തിനുള്ളിലാണ് DYSP സ്പെഷ്യൽ ബ്രാഞ്ച് ഈ കേസിൽ വീണ്ടും അന്വേഷണം നടത്തുന്ന അവരെ കണ്ടു ചോദിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നുള്ള ആരോപണം അന്ന് ഉന്നയിക്കാനുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് പറയാമായിരുന്നു. കാരണം നേരത്തെ ഇതുപോലുള്ള ബുദ്ധിമുട്ടിച്ചു എന്നുള്ള ഒരു പോലീസ് ഓഫീസർ ബുദ്ധിമുട്ടിച്ചു എന്നുള്ള പരാതിയാണ് വീണ്ടും അന്വേഷിക്കുന്നത്. ആ പരാതി അങ്ങനെ വീണ്ടും അന്വേഷിക്കുന്ന സമയത്ത് എനിക്കെതിരെയുള്ള പരാതിയും വേണമെങ്കിൽ അവിടെ ഉന്നയിക്കാം. അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും അതിനകത്ത് പറയാതെ 2 വർഷം കഴിഞ്ഞിട്ട് ഇത്തരത്തിലൊരു കെട്ടിച്ചമച്ച കഥയുണ്ടാക്കി പറയുക എന്ന് പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ആദ്യം പുറത്തു വന്ന ചാനൽ എന്ന് പറയുന്നത് ആ ചാനലിൻ്റെ ഉടമസ്ഥർ മുട്ടിൽ മരമുറി കേസിലെ പ്രധാന പ്രതികളാണ്. മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. 2021 ബത്തേരി DYSP ആയിരിക്കുന്ന സമയത്ത് അന്വേഷണം ആരംഭിക്കുകയാണ്. അതിനുശേഷം തുറന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ട്രാൻസ്ഫർ ആയ ശേഷം അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി DGP സാർ എന്നോട് പറയുകയും അതിനുശേഷം താനൂർ വന്നപ്പോഴും ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അന്വേഷണത്തിൻ്റെ നല്ല രീതിയിലുള്ള അന്വേഷണം നടന്നു. ആദ്യമായിട്ട്, ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മരത്തിൻ്റെ DNA എടുത്ത് അന്വേഷണം നടത്തിയിരിക്കുന്ന ഒരു കേസാണ്. മരത്തിൻ്റെ പ്രായം എത്രയാണെന്ന് തെളിയിക്കുന്നതിന്, ഓരോ മരത്തിൻ്റെയും പ്രായം എത്രയാണെന്ന് തെളിയിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 112ഓളം വളരെ വലിയ വീട്ടിമരങ്ങൾ മുറിച്ച് കടത്തിയ കേസിലെ പ്രതികൾ. ആ രീതിയിൽ അന്വേഷണം നടത്തിയ ഒരു പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെ ആയിരിക്കാം എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത്. ഞാൻ അതിനകത്ത് മാറണമെന്നുള്ളതോ അല്ലെങ്കിൽ പിന്മാറണമെന്നോ അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും അതിനകത്ത് വിട്ടുവീഴ്ച ഉദ്ദേശിക്കുന്നതാണെങ്കിൽ അതൊന്നും ഏതായാലും ഉണ്ടാവില്ല. ഞാൻ മാറിയാലും ഇനി വരുന്ന ഉദ്യോഗസ്ഥന്മാരും കൃത്യമായിട്ട് ആ കേസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള യാതൊരു സംശയമില്ല. അതിനകത്തുള്ള എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്യേണ്ട എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്തിട്ട് തന്നെയാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 251 അത് 43 കുറ്റപത്രങ്ങളാണ് സമർപ്പിക്കേണ്ടത്. അതിലെ 7 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് അതിൻ്റെ സ്റ്റേജ് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ബാക്കിയുള്ള കുറ്റപത്രങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. അത് കണ്ടിന്യൂ ചെയ്തു വരികയാണ്. എല്ലാ നിയമ നടപടികളും ക്രിമിനലായും സിവിലായും ചെയ്യാൻ പറ്റുന്ന നിയമ നടപടികൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട DGP-ക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കും. ചാനലിൻ്റെ കാര്യങ്ങൾ, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് ഒരാളെ തേജോവധം ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ ഇതൊരു ക്രിമിനലിസം കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ കൂടിയാണ്. ഒരു കേസ് കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനെ തേജോവധം ചെയ്ത് അല്ലെങ്കിൽ ഇനി വരുന്ന ഉദ്യോഗസ്ഥന്മാരും ഇത്തരത്തിൽ അന്വേഷണം നടത്താൻ പാടില്ല എന്ന ഉദ്ദേശത്തോട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് തടയിടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ചാനലിൽ കൊടുക്കുന്ന വാർത്തകൾ ഇത്തരത്തിൽ കെട്ടിച്ചമച്ച വ്യാജ വാർത്തകൾ ഉണ്ടാക്കി ഏതെങ്കിലും അന്വേഷണത്തെയോ അല്ലെങ്കിൽ ക്രിമിനലുകളെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന രീതിയിലാണെങ്കിൽ അതിനെതിരെയും നടപടിയെടുക്കാൻ ഏതൊക്കെ ഏജൻസിയാണുള്ളത് അവിടെയൊക്കെ പരാതി കൊടുക്കാൻ മുമ്പോട്ട് പോകും. ഇനി റിപ്പോർട്ടറിൽ ഇരുന്ന് വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന അമേരിക്കനോടും കൂടെയുള്ള 2 പെണ്ണുങ്ങളോടുമാണ് സഹതാപമാണ്. കാട്ടുകള്ളന്മാരുടെ അമേദ്യം വാങ്ങി തിന്ന് മാധ്യമ വ്യഭിചാരം നടത്തുന്നതിനേക്കാൾ നല്ലത് വല്ല തൊഴിലുറപ്പ് പണിക്കും പോകുന്നതല്ലേ? കാശിനാണെങ്കിൽ വേറെ എന്തൊക്കെ പണിയുണ്ട് ഈ നാട്ടിൽ? നിർത്തുക നാറിയ മാധ്യമ പ്രവർത്തനം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.